ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ വ്ളോഗ്സ്. അപ്പം അതേ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുവാണ്. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പം നമുക്കിന്ന് എല്ലാവർക്കും ഓഫുള്ളൊരു ദിവസമാണ്. അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചാവടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്കിന്നൊരു കൊറിയർ വന്നിരിക്കുവാണ്. അപ്പം അതിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ് വീഡിയോ കണ്ടാലോ? അങ്ങനെ നമ്മൾ തുറന്നിരിക്കുവാണത്. പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നു. ഇതൊക്കെ തള്ളി മാറ്റി വെച്ചിരിക്കുന്നു. ഇതാണ് സംഭവം കേട്ടാ. കണ്ടില്ലേ? ഇത് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മുടെ സെൽഫി സ്റ്റിക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. ഇതാണ് സംഭവം. ശരിക്കും വയർലെസ് ആണ്. ഇപ്പൊ ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് ഇതിന്. അപ്പൊ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഇപ്പൊ ലൈറ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബാക്കിലാണ് അതിന്റെ ബട്ടൺ. അപ്പൊ കണ്ട ലൈറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ആണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇതുപോലെ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മളെ ബ്ലൂടൂത്ത് കണക്ഷനുമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്താണ് നമ്മൾ ഫോൺ വെച്ച് വീഡിയോസ് ആയാലും അതുപോലെ തന്നെ ഫോട്ടോസ് ആയാലും ഒക്കെ എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജർ ഉണ്ട് കേട്ടോ. ചാർജർ കാണിച്ചു തരാം. ചാർജ് തീർന്നു പോയിക്കഴിഞ്ഞാൽ ചാർജറൊക്കെ ഉണ്ട്. സംഭവം കണ്ട ചാർജർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് മാത്രമല്ല, നമുക്ക് സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ ഇത് വെക്കാം. ഇത് കണ്ടോ, അതിന്റെ അടിയിൽ കണ്ടോ? കണ്ടോ? എന്താ ഇതേപോലെ സ്റ്റാൻഡായിട്ടും വേണമെങ്കിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് നമുക്ക് സ്വയം തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ രീതിയിലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിക്കാണ് കേട്ടോ ഇത്. സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും നീളമുണ്ട്. നമുക്ക് ഏത് ഉയരത്തിൽ നിന്നാണെങ്കിലും ഇങ്ങനെ പിടിച്ച് സ്റ്റിക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ 2 സെറ്റിങ്സ് ആണ്. ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ. ഇതുണ്ടോ? ഇതുപോലെ തുറന്ന് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫോൺ വെക്കുന്നത്. ഫോൺ വെച്ച് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ സ്ക്രൂ എങ്ങനെ വേണമെങ്കിലും ലൂസാക്കി കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇത് വേണ്ട നമ്മുടെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കും. ഏത് പൊസിഷനാണോ വേണ്ടത് അതുപോലെ ലൂസ് ചെയ്ത് അതിനാണ് ഈ സ്ക്രൂ വെച്ചേക്കുന്നത്. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. ഞാനിങ്ങനെ വെച്ചേക്കണേണ്. അതങ്ങനെ തന്നെ വെച്ച് കണ്ട അതുപോലെ നമുക്ക് ഫോൺ വെച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിക്കാണിത്. നമ്മൾ സെൽഫി സ്റ്റിക്ക് നമ്മുടെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഈ ബട്ടണാണ് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓണാക്കി കണ്ട ഒരു ബ്ലൂ ലൈറ്റ് തെളിയുന്നുണ്ടോ? അപ്പോൾ കണക്ഷൻ്റെ ആണത്. ഇനി നമ്മൾ നേരെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് പോവുക, ബ്ലൂടൂത്ത് ഓണാക്കുക. സെൽഫി വന്നിട്ടുണ്ട്. കണക്റ്റിംഗ് കൊടുക്കുക. കണക്ഷൻ കൊടുത്തു.
ഇപ്പം എൻ്റെ ഫോണിപ്പോൾ കണക്റ്റായി ബ്ലൂടൂത്തുമായിട്ട്. ഫോൺ അതേ സെൽഫി സ്റ്റിക്കിലെ ബ്ലൂടൂത്തും എൻ്റെ ഫോണിലെ ബ്ലൂടൂത്തും തമ്മിൽ കണക്റ്റായി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാം? നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ക്യാമറ ഓൺ. കണ്ടില്ലേ, നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇതിൻ്റെ യൂസ് കണ്ടില്ലേ. അപ്പം എല്ലാവരും ഇതേപോലെയുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പം നമുക്കിത് ലൈറ്റ് ഓണാക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. കണ്ടില്ലേ. അപ്പം പകലായതുകൊണ്ട് വലിയ എഫക്റ്റ് കിട്ടൂല, രാത്രിയാണെങ്കിലേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് നോർമൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇച്ചിരി കൂടി കൂടുതലായിട്ട് വേണമെങ്കിൽ, നല്ല ലൈറ്റ് വേണമെങ്കിൽ ഇന്നും കൂടി പ്രസ് ചെയ്താൽ ഇത്തിരിയും കൂടി എഫക്റ്റ് നല്ല ലൈറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഓഫ് ആക്കുന്നതും സെയിം ബട്ടൺ തന്നെയാണ്. അപ്പം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്കാണ്. അപ്പം നമ്മൾ പൈസ മുടക്കി എന്ന് വിചാരിച്ച് നിങ്ങളാരും സങ്കടപ്പെടേണ്ട. എല്ലാ രീതിയിലും നമുക്ക് യൂസ്ഫുള്ളാണ് ഈ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഇത് R1S-ൻ്റെയാണ് സെൽഫി സ്റ്റിക്ക് എന്തായാലും. അപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടിപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം എല്ലാവർക്കും വാങ്ങിക്കാം. അപ്പം എൻ്റെ ബ്ലോഗ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ദയവായി കാണുകയും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്ക് എന്നോട് അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ. ബൈ.